സ്പേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ എന്തായാലും നമ്മുടെ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അഥവാ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യൂറിൻ ഫോർമേഷൻ എന്നുള്ളത്. അപ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനൊക്കെ വരുന്ന ഒരു ഭാഗമാണ് യൂറിൻ ഫോർമേഷൻ. അപ്പോൾ എന്തായാലും ആ യൂറിൻ ഫോർമേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. റെഡി? അപ്പോൾ യൂറിൻ ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ കിഡ്നീനെയാണ്. അപ്പോൾ നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള സാധനങ്ങളെല്ലാം ഈ പറയുന്ന പോലെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, കൃത്യമായിട്ട് അരിച്ചെടുക്കാൻ, ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റും സാധനങ്ങളൊക്കെ അരിച്ചെടുക്കാനും അതുപോലെ തന്നെ വേണ്ടാത്ത സാധനങ്ങളെ കളയാൻ, നമ്മുടെ ബോഡിയിൽ നിന്നും എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഓർഗനാണ്. ആൻഡ് ഈ കിഡ്നിയുടെ അകത്ത് എന്തുണ്ടായിരിക്കണം, വളരെ അൾട്രാ ഫിൽട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സൂക്ഷ്മ അരിപ്പകൾ ഉണ്ടായിരിക്കും. അവരെ നമ്മൾ എന്താ വിളിക്കുക? ആ അൾട്രാ ഫിൽട്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ് അല്ലെങ്കിൽ നെഫ്രോണുകൾ. നെഫ്രോണുകൾ എന്ന് പറയുന്നത്. റെഡി? അപ്പം നമ്മൾ ഈ പറയുന്ന യൂറിൻ ഫോർമേഷൻ അല്ലെങ്കിൽ മൂത്രം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. റെഡി? അപ്പോൾ ഒരു നെഫ്രോൺ ഉറപ്പായിട്ടും കിഡ്നിയിൽ നമ്മൾക്കറിയാം ബ്ലഡിനെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലഡ് അകത്തേക്ക് വരണമല്ലോ, കിഡ്നിയുടെ അകത്തേക്ക് വരണം. അപ്പോൾ ആ ബ്ലഡിനെയും കൊണ്ട് നമ്മുടെ ഈ നെഫ്രോണിൻ്റെ അകത്തേക്ക് വരുന്ന വെസലാണ് ഈ കാണുന്നത്. ഓക്കെ, ബ്ലഡിനെ അകത്തേക്ക് കൊണ്ടുവരുന്ന വെസലാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നു. അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നു. അഫറൻറ്റ് വെസൽ. റെഡി? ആൻഡ് ഈ അഫറൻറ്റ് വെസൽ നേരെ ഇതിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ കുറേ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാപ്പിലറികൾ അല്ലെങ്കിൽ രക്തലോമികകളായിട്ട് മാറുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലോമെറൂലസ്. ഇതിനെ നമ്മൾ വിളിക്കും ഗ്ലോമെറൂലസ് എന്ന് വിളിക്കുന്നു. റെഡി? ഓക്കെ, ഇനി ഈ ഗ്ലോമെറൂലസ് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് ആണ് ഗ്ലോമെറൂലസ്. അതിൽ നിന്നും ഒരു വെസൽ പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാം. ഈ പുറത്തേക്ക് വരുന്ന വെസൽ, ഈ പുറത്തേക്ക് വരുന്ന കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫറൻറ്റ് വെസൽ. ഓക്കെ, എഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തേക്ക് കൊണ്ടുവരുന്ന എഫറൻറ്റ്, അകത്തേക്ക് എന്ന് ആലോചിക്കുക. എഫറൻറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്ക്. അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കണ്ടോ? നമ്മുടെ നെഫ്രോണിൻ്റെ ഒരു തലഭാഗം പോലെയുള്ള ഭാഗമാണ് ഈ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഈ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ബോമാൻസ് ക്യാപ്സ്യൂൾ. റെഡി? ബോമാൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ആ ബോമാൻസ് ക്യാപ്സ്യൂളും കഴിഞ്ഞതാ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ മഞ്ഞ കളറിലുള്ള കുഴൽ കാണുന്നുണ്ടല്ലോ, ആ കുഴലിനെ നമ്മൾ വിളിക്കുന്നതാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നു. റീനൽ ട്യൂബ്യൂൾ. റെഡി? ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അതിനെ എല്ലാം കഴിഞ്ഞത് അവസാനം എത്തുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് കളക്ടിംഗ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. അപ്പം നമുക്കറിയാം ഒരു ശേഖരണ നാളിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ ബ്രാഞ്ചുകൾ പോലെ ഇങ്ങനെ കുറേ എണ്ണം കാണാം അല്ലേ? അതിനർത്ഥം എന്താണ്? ഒരേ കളക്ടിംഗ് ഡക്റ്റിലേക്ക്, ഒരേ ശേഖരണ നാളിയിലേക്ക് ഒരുപാട് നെഫ്രോണുകൾ ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവും. കുറേ നെഫ്രോണുകൾ ഇങ്ങനെ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ ബ്രാഞ്ച് പോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു നെഫ്രോണിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. റെഡിയാണല്ലോ? യെസ്. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന യൂറിൻ ഫോർമേഷൻ നടക്കുക? ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ പാർട്സ് ഒക്കെ ഒന്ന് നോക്കി അല്ലേ? ഈ പറയുന്ന ചെറിയ ചെറിയ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അതായത് ഈ ഭാഗം, തലഭാഗം എന്ന് പറയുന്നതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. രക്തത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന അഫറൻറ്റ് വെസൽ. ഇനി അഫറൻറ്റ് വെസൽ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന എഫറൻറ്റ് വെസൽ. ഇതിന് നടുവിലായിട്ട് കാണുന്ന ഈ രക്തലോമികകൾ അഥവാ ബ്ലഡ് കാപ്പിലറീസിനെ നമ്മൾ വിളിക്കുന്നു ഗ്ലോമെറൂലസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഈ കുഴൽ പോലെയുള്ള ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ, അല്ലെങ്കിൽ നമുക്ക് അതിനെ വൃക്കാനളിക എന്നും പറയാം. വൃക്കാനളിക എന്ന് പറയുന്നു. ഈ വൃക്കാനളിക എത്തിച്ചേരുന്ന ഭാഗമാണ് ഈ പറയുന്ന കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? നിങ്ങൾക്ക് കാണാം ഈ എഫറൻറ്റ് വെസൽ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പറയുന്ന വൃക്കാനളിക അല്ലെങ്കിൽ നമ്മുടെ ഈ റീനൽ ട്യൂബ്യൂളുകൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഈ പറയുന്ന എഫറൻറ്റ് വെസൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ഇത്രയാണ് അതിൻ്റെ പാർട്സ്. അപ്പോൾ എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡി? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഈ അഫറൻറ്റ് വെസലും എഫറൻറ്റ് വെസലും
വരച്ചല്ലോ. അപ്പോൾ വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? അതായത് അത് രണ്ടും കാണുന്നതിൽ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? യെസ്, നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിന് കുറച്ചും കൂടി വണ്ണം കൂടുതലാണ്, കുറച്ചും കൂടി തടി കൂടുതലാണ്. ഇത് കുറച്ചും കൂടി തടി കുറഞ്ഞ ആളാണ്. റെഡി? ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അഫറൻറ്റ് വെസലിൻ്റെ ഡയമീറ്റർ കൂടുതലും എഫറൻറ്റ് വെസലിൻ്റെ ഡയമീറ്റർ കുറവും. ഓക്കെ, വ്യാസത്തിൽ വ്യത്യാസം കാണാം. ഒന്നിൻ്റെ വ്യാസം എന്ന് പറയുന്നത് കൂടുതലും മറ്റേത് കുറവുമാണ്. അപ്പോൾ ഒരു റൂം, ആ റൂമിലേക്ക് സപ്പോസ് ഇതിൻ്റെ പിന്നിൽ ഒരു വാതിലൊന്നുമില്ല, നേരെ ഒരു 10-500 പേര് അകത്തേക്ക് വരികയാണ്. ഈ അകത്തേക്ക് 500 പേര് വന്നിട്ട് ഇവർക്ക് അപ്പുറത്തെ സൈഡിലൂടെ പോകാൻ ചെറിയൊരു സിംഗിൾ ഡോറേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റൂമിൻ്റെ ഉള്ളിൽ ആകെ തിരക്കാവും അല്ലെ? 500 പേര് വരികയും ചെയ്തു, വന്ന ആൾക്കാർക്ക് പോകാനുള്ള വഴി ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഈ റൂമിൻ്റെ അകത്ത് ആകെ തിക്കും തിരക്കുമാവും. അതുപോലെ തന്നെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. വന്നു കഴിഞ്ഞാൽ ഇതിന് തിരിച്ചു പോകാനുള്ള വഴി ചെറുതാണ്, തിരിച്ചു പോകാനുള്ള എഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് ചെറുതാണ്, അതിൻ്റെ ഡയമീറ്റർ ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് ഒരു പ്രഷർ, ഒരു മർദ്ദം അനുഭവപ്പെടില്ലേ? മർദ്ദം ഉണ്ടാവും. റെഡിയാണല്ലോ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലഡ് ക്യാപ്പിലറീസിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിച്ചപ്പോൾ ബ്ലഡ് ക്യാപ്പിലറീസിൽ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സ് ഉണ്ടാവും, കുഞ്ഞി സുഷിരങ്ങൾ, അഥവാ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതിൻ്റെ അകത്തേക്ക് ഭയങ്കര പ്രഷറിൽ ഒരു സാധനം വന്നു, പോകാനുള്ള വഴി കുഞ്ഞിതാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരും. ഭയങ്കര പ്രഷർ വന്നാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള സാധനം ഈ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സിലൂടെ പുറത്തേക്ക് വരില്ലേ? അതുപോലെ തന്നെ അഫറൻറ്റ് വെസലിലൂടെ രക്തം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഗ്ലോമറൂലസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ്. കാരണം എന്താ? എഫറൻറ്റ് വെസലിൻ്റെ ഡയമീറ്റർ കുറവാണ്, എഫറൻറ്റ് വെസലിൻ്റെ വ്യാസം എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മർദ്ദം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലേ? ഇതിൻ്റെ അകത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള പോഴ്സിലൂടെ എന്ത് ചെയ്തു? ബ്ലഡിൽ നിന്നും കുറേ സാധനങ്ങൾ നമ്മുടെ ഈ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തി. ആ ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തിയ ആ ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്. എന്ന് പറയും. ഓക്കെ, ഈ ഒരു പ്രോസസ്സ്, അതായത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഇതിൻ്റെ വ്യാസം കൂടുതലും ഇത് കുറവുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നാൽ ഇതിൻ്റെ അകത്തൊരു പ്രഷർ അനുഭവപ്പെട്ടു, അതുവഴി എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ നിന്നും കുറേ സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഈ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തുന്നു. ആ എത്തുന്ന ഫ്ലൂയിഡിനെ നമ്മൾ വിളിക്കുന്നു ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര്, ആ ആദ്യത്തെ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നു. അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നു. അപ്പോൾ അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മ അരിക്കൽ നടന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് രൂപപ്പെടുന്നു? ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നു. റെഡി? ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഗ്ലോമറൂലസിലൂടെ പോകുന്ന സമയത്ത് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നു ത്രൂ ഇറ്റ്സ് സ്മോൾ പോഴ്സ്. കാരണം എന്താ? ഗ്ലോമറൂലസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്യാപ്പിലറീസ് ആണ്. അതിലൂടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നു, അതുവഴി ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അൾട്രാ ഫിൽട്രേഷൻ നടന്നത്? കാരണം എന്താ? ഈ പറയുന്ന വെസലുകൾ, നമ്മൾ പറയുന്ന അഫറൻറ്റ് ആൻഡ് എഫറൻറ്റ് വെസലിൻ്റെ ഡയമീറ്ററിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണം ഒരു മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത് രൂപപ്പെടുന്നു. അഫറൻറ്റ് വെസലിൻ്റെയും ഇഫറൻറ്റ് വെസലിൻ്റെയും വ്യാസ വ്യത്യാസം മൂലമുണ്ടാകുന്ന മർദ്ദം കാരണമാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന അൾട്രാ ഫിൽട്രേഷൻ അഥവാ ഈ പറയുന്ന സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നത് നടക്കുന്നത്. റെഡി? അങ്ങനെ ഈ പറയുന്ന സൂക്ഷ്മ അരിക്കൽ നടന്ന ശേഷം നമ്മുടെ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പറയുന്ന റീനൽ ട്യൂബ്യൂൾ അഥവാ വൃക്ക നളിക വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബ്ലഡിന് മനസ്സിലായത് എന്തോ ഒരു അമളി പറ്റി. അതായത് ഞാനാണെങ്കിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എല്ലാ സാധനത്തിനെയും ഫിൽട്ടർ ചെയ്ത് ഞാൻ ആ ഗ്ലോമറൂലാർ ഫിൽട്രേറ്റിൽ അങ്ങ് കൊടുത്തു. പക്ഷെ എനിക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. എനിക്ക് വേണ്ട കുറേ എസെൻഷ്യൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളും കൂടി ഞാൻ അറിയാതെ ഫിൽട്ടർ ചെയ്ത് അങ്ങ് കൊടുത്തു ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? അതിനെ തിരിച്ചെടുക്കണം വേണമല്ലോ. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? റീഅബ്സോർപ്ഷൻ അഥവാ പുനരാകിരണം. റീഅബ്സോർപ്ഷൻ എന്ന് പറയാം, അതും അല്ലെങ്കിൽ നമുക്കത് എന്ത് പറയാം? പുനരാകിരണം എന്ന് പറയാം.
പുനരാകിരണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടായല്ലോ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നോക്കൂ, ഇതിൽ വാട്ടർ ഉണ്ടായിരിക്കും, ഗ്ലൂക്കോസ് വന്നു, അമിനോ ആസിഡ്സ് വന്നു, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം അയൺസ്, വിറ്റമിൻസ് വന്നു, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഒക്കെ വന്നു. ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനം, അതിനൊക്കെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ശരിയാവില്ല. അപ്പം അതിനൊക്കെ തിരിച്ചെടുക്കണ്ടേ? ഈ വിറ്റമിൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതല്ലേ? അപ്പം എന്ത് സംഭവിക്കും? റീഅബ്സോർപ്ഷൻ നടക്കും. റീഅബ്സോർപ്ഷന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും അറിയോ? ഈ റീനൽ ട്യൂബ്യൂളിൽ നിന്നും നമ്മൾ പറഞ്ഞു ഇതിന് ചുറ്റും എന്തുണ്ട്? ഇതിന് ചുറ്റും ബ്ലഡ് വെസൽസ് ഉണ്ട് അല്ലേ? ഇതിന് ചുറ്റുമൊക്കെ ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എഫ്രൻ വെസൽ വരുന്നത് കാണാലോ. ഇതിന് ചുറ്റും ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൽ നിന്നും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടും, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റീഅബ്സോർപ്ഷൻ അഥവാ പുനരാകിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യുന്നു? റിനൽ ട്യൂബ്യൂൾസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എസെൻഷ്യൽ കോമ്പണന്റുകളെ, ആവശ്യമുള്ള വസ്തുക്കളെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നു, which is the second step. Okay? Yes. And ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്. സംഭവം ഇതൊക്കെ എടുത്തു, കുറേ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബ്ലഡിന് മനസ്സിലായേ, അപ്പം എനിക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തു, പക്ഷെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുറേ വേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇനിയുണ്ട് പുറത്തേക്ക് കളയാൻ. ആദ്യം ഞാൻ കുറേ കൊടുത്തു, പിന്നെ എനിക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്തു, പക്ഷെ എന്നാലും ഇനി ബാക്കി എനിക്ക് കൊടുക്കാനുണ്ട്, അതും കൂടി അങ്ങ് കൊടുക്കാം. അതും കൂടി എന്ത് ചെയ്യാം? അതും കൂടി തിരിച്ച് ഈ പറയുന്ന ബ്ലഡിൽ നിന്നും തിരിച്ച് എന്ത് ചെയ്യാം? തിരിച്ച് ഞാൻ ഈ റീനൽ ട്യൂബ്യൂളിലേക്ക് തന്നെ കൊടുക്കാം. തിരിച്ച് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇതിലേക്ക് തന്നെ കൊടുക്കുന്നു. തിരിച്ച് നമ്മുടെ ബ്ലഡിൽ നിന്ന് എങ്ങോട്ട് തന്നെ വരുന്നു? ഈ പറയുന്ന നമ്മുടെ റീനൽ ട്യൂബ്യൂളിലേക്ക് തന്നെ വരുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന, ആ മൂന്നാമത്തെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്രീഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെക്രീഷൻ എന്ന് പറയുന്നത്. സെക്രീഷൻ അഥവാ സ്രവണം. സെക്രീഷൻ അഥവാ സ്രവണം എന്ന് പറയുന്നത്. ഓക്കെ, സെക്രീഷൻ അഥവാ സ്രവണം. The excess components that are retained in blood are secreted into the renal tubules. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങളെ വൃക്കാനളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. അവരെ വീണ്ടും എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ റീനൽ ട്യൂബ്യൂളിലേക്ക് തന്നെ കൊടുക്കുന്നു. റെഡിയാണല്ലോ? അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അതുവഴി അവസാനം ആ സെക്രീഷനും കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യാണ്? അവസാനം ഇതൊക്കെ കൂടി എങ്ങോട്ടാണ് എത്തുന്നത്? നേരെ നമ്മുടെ ഈ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തും അല്ലേ? ഈ കളക്ടിങ് ഡക്റ്റിലേക്ക് അവസാനം എത്തിയത് എന്താണോ അതാണ് യൂറിൻ അഥവാ മൂത്രം എന്ന് പറയുന്നത്. ആ അവസാനം എത്തിയത് എന്താണോ അതിനാണ് നമ്മൾ യൂറിൻ അഥവാ മൂത്രം എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് വിച്ച് സബ്സിക്വന്റ്ലി ഫ്ലോസ് ഫ്രം ദ റീനൽ ട്യൂബ്യൂൾസ് ടു ദി പെൽവിസ് ത്രൂ ദി കളക്ടിങ് ഡക്റ്റ്. കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തി എല്ലാ കളക്ടിങ് ഡക്റ്റിൽ നിന്നും നേരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കിഡ്നിയുടെ ഈ ഭാഗം, ഇതാണ് പെൽവിസ് എന്ന് പറയുന്ന ഭാഗം, ഈ പെൽവിസിലേക്ക് എത്തുന്നു. ആ പെൽവിസിലേക്ക് എത്തുന്ന ആ ഫ്ലൂയിഡ് കളക്ടിങ് ഡക്റ്റ് വഴിയാണ് എങ്ങോട്ട് എത്തുക? പെൽവിസിലേക്ക് എത്തുന്നത്. ആ എത്തുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂറിൻ അഥവാ മൂത്രം എന്ന് പറയുന്നത്. ശേഖരണ നാളിയിൽ നിന്ന് പെൽവിസിലേക്ക് ഒഴുകി എത്തുന്ന ആ ദ്രാവകത്തിനെ നമ്മൾ എന്ത് പറയുന്നു? യൂറിൻ അല്ലെങ്കിൽ മൂത്രം എന്ന് പറയുന്നു. അതിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? വാട്ടർ ഉണ്ടായിരിക്കും, യൂറിയ ഉണ്ടായിരിക്കും, സോഡിയം ക്ലോറൈഡ് ഉണ്ടായിരിക്കും, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവും, കാൽഷ്യം സോൾട്ട് ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും, ക്രിയാറ്റിൻ ഉണ്ടാവും, ഇതെല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്ത സമയത്ത് ഗ്ലൂക്കോസും വൈറ്റമിൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ? ഒന്നും ഇപ്പോൾ കാണാനില്ല. യൂറിനിൽ അതൊന്നുമില്ല. കാരണം എന്താ? അതെല്ലാം റീഅബ്സോർബ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബ്ലഡ് അതിനൊക്കെ തിരിച്ചെടുത്തു. അതുകൊണ്ടാണ് യൂറിനിൽ നിങ്ങൾക്ക് ഇതിനൊന്നും കാണാൻ പറ്റാത്തത്. റെഡിയാണല്ലോ? ഇത്രയേ ഉള്ളൂ മക്കളെ യൂറിൻ ഫോർമേഷൻ അഥവാ മൂത്രം രൂപപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വീണ്ടും വായിക്കുക. കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് പഠിച്ചു നോക്കുക. യെസ്, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും ഡൗട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. റെഡി? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എന്തുകൊണ്ടാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്? ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ നടക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.